ഹലോ ഫ്രണ്ട്സ്, അടുത്ത കഥയാണ്. അങ്ങനെ അവൾ ആ വീട്ടിൽ നിന്നും 3 കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പടിയിറങ്ങുന്നു. ഇനി ഈ വീട്ടിലോട്ട് ഞാൻ കയറി വരികയില്ലെന്നും പറഞ്ഞു. അങ്ങനെ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി പതിവ് പോലെ അവൾ ജോലിക്ക് പോകാൻ തുടങ്ങി. ചെവിയിലെ ട്രീറ്റ്മെൻറ്റും നടത്താൻ തുടങ്ങി. ആ അടികൊണ്ട ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അവൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അവളുടെ മക്കളുടെ സ്കൂളിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നു. രണ്ടാമത്തെ മകൻ കല്ല് തട്ടി താഴെ വീണെന്നും പറഞ്ഞിട്ട്. ആ ഒരു കേൾവി കേട്ട് സ്കൂളിലോട്ട് അവൾ ചെല്ലുമ്പോഴത്തേക്കിനും ആ കുഞ്ഞിൻ്റെ അച്ഛൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കിനും ആ ഒരു വെപ്രാളം കേട്ട് വീണ്ടും അവൾ ഹോസ്പിറ്റലിലോട്ട് കുഞ്ഞിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കിനും കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞു, കുഞ്ഞിന് സർജറി ചെയ്യണം എന്ന്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അങ്ങനെ കുഞ്ഞിനെല്ലാം ഓപ്പറേഷനെല്ലാം റെഡിയാക്കി. ഓപ്പറേഷൻ ഇന്ന ഡേറ്റിലാണെന്നും പറഞ്ഞ് ഫിക്സായി. ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായെന്ന് പറഞ്ഞ ആ നിമിഷം ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് ആ അച്ഛൻ അങ്ങ് പൊക്കളഞ്ഞു. കാരണം ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാശ് ചിലവാകണമല്ലോ. അങ്ങനെ അവൾ ആ കുഞ്ഞിനെ ഓപ്പറേഷനും ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവന്ന് അങ്ങനെ ആ കുട്ടിയെ കിട്ടി. ബാക്കി 2 കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി അവൾ പോരാടി. ചൈൽഡ് ലൈനിലും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പാർട്ടി ഓഫീസിലൊക്കെ പോയി ഒരു ഭ്രാന്തിയെപ്പോലെ കരഞ്ഞു. പക്ഷേ അവർക്കൊക്കെ കിട്ടിയ ആ വീഡിയോ മുട്ടയിൽ നിർത്തി അടിക്കുന്നു എന്നുള്ളൊരു വീഡിയോ കണ്ടപ്പോഴത്തേനും അവരെല്ലാം ഉപേക്ഷ പറഞ്ഞു. ഇങ്ങനൊരു അമ്മയുടെ അടുത്ത് കുഞ്ഞുങ്ങളെ നിർത്താൻ പാടില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതിലൊരു കുഞ്ഞ് എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എന്തുവാണെങ്കിലും ഈ കുട്ടി ഒരു മെൻ്റൽ ഡിപ്രഷനുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഈ കുട്ടിയെ നിർത്താൻ പാടില്ല, അങ്ങനെ ചെയ്യത്തില്ലെന്നും പറഞ്ഞ് അവർ ഉപേക്ഷ വിചാരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ ഒരു കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരു മാനസികാവസ്ഥ ഭയങ്കരമാണ്. അത് അവൾ തരണം ചെയ്യാൻ വേണ്ടി അവൾ സമയം കണ്ടെത്തി ജോലികൾ ചെയ്യാൻ തുടങ്ങി. ആ ഒരു കാര്യം ഓർക്കാതിരിക്കാൻ വേണ്ടി ഓരോ സമയവും ഒരു സമയം പോലും മറ്റൊന്നും ചിന്തിക്കാതെ ജോലിയിലോട്ട് മുഴുകാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു. നല്ല രീതിയിൽ ആ കുഞ്ഞും അവളുമായിട്ട് മുന്നോട്ട് നീങ്ങി. എന്നാലും എത്ര മുന്നോട്ട് നീങ്ങിയാലും മക്കളില്ലാത്തതിൻ്റെ ദുഃഖം അത് വേറെ തന്നെയാണ്. ഒരു ഭാഗത്ത് മക്കളില്ലാത്ത ദുഃഖം ചില സമയം ആ പെൺകുട്ടി മക്കളെ ഓർത്ത് കരയുമ്പോൾ ഈ കൂടെയുള്ള കുട്ടി ചോദിക്കും, അമ്മേ ഞാനില്ലേ അമ്മയ്ക്ക്? അവർ വരും. അമ്മ സമാധാനിക്കുന്ന ആ പിഞ്ചു കുഞ്ഞിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു നല്ല വാക്ക്, അതായിരുന്നു അവളുടെ ആശ്വാസം. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾക്ക് താങ്ങും തണലായിരുന്ന അവളുടെ അച്ഛൻ സ്ട്രോക്ക് വന്ന് വീണു. ഓൾറെഡി സ്ട്രോക്ക് വന്ന് ഒന്ന് ഗുണമായി വരുമ്പോഴത്തേക്കിനാണ് ഈ പ്രശ്നങ്ങൾ നടന്ന് ഒന്ന് നേരെയായി വരുമ്പോഴത്തേക്കിനും അച്ഛന് സ്ട്രോക്ക് വരുന്നു. അങ്ങനെ അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്നു. അഡ്മിറ്റ് ചെയ്തിട്ട് അവൾ വീണ്ടും ജോലിക്ക് പോകുന്ന വഴിയിലാണ്. അവളെ കാലൻ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും കാലൻ അവളെ എടുത്തില്ല. അവളുടെ മരണം അവൾക്ക് മരിക്കണമെന്ന് മരണത്തെ പേടിയില്ല. പക്ഷെ മരണത്തിന് അവളെ കൊണ്ടുപോവുകയും വേണം. പക്ഷെ മരണം അവളെ എടുത്തോ ഇല്ലയോ എന്ന് അടുത്ത കഥയിൽ നമുക്ക് കാണാം.